അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മായീൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ഫിഖുൽ ഇസ്ലാമിലെ 5ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള പാഠങ്ങളുടെ വീഡിയോ വേണമെങ്കിൽ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് വായിച്ചു നോക്കാം. അദ്ദറസുൽ ഹാമിസ്, 5ാമത്തെ പാഠം. അൻ നജാസാത്തുൽ മഅഫൂവു അൻഹ. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു മനസ്സിലാക്കാം. സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും മസ്ജിദിലേക്ക് നടന്നു. ളുഹറിന്റെ സമയമായി. എന്റെ നിസ്കാരം ശരിയാവുമോ? രക്തം പുരണ്ട ഡ്രസ്സ് കാണിച്ച് ഇക്ബാൽ ചോദിച്ചു. ശരിയാവും, ഇത് ഇളവുള്ള നജസാണ്, ഉസ്താദ് പ്രതികരിച്ചു. നിസ്കാര ശേഷം ഉസ്താദ് പറഞ്ഞു, നജസ്സുകളിൽ ഇളവുള്ളതും ഇല്ലാത്തതുമുണ്ട്. ഇളവുള്ള നജസ് 4 വിധമാണ്. വെള്ളത്തിൽ ഇളവുള്ളവ, ഭക്ഷണത്തിൽ ഇളവുള്ളവ, നിസ്കാരത്തിൽ ഇളവുള്ളവ, നിരുപാധികം ഇളവുള്ളവ. മത്സ്യം, അട്ട പോലെയുള്ള ജലജീവികളുടെ കാഷ്ടം, ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് എന്നിവയുടെ ശവം തുടങ്ങിയവ വെള്ളത്തിൽ ഇളവുള്ളതാണ്. ഇവ വീണ വെള്ളം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാവുന്നതാണ്. മാംസത്തിൽ അവശേഷിക്കുന്ന രക്തം, ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലുണ്ടാവുന്ന മാലിന്യം തുടങ്ങിയവ ഭക്ഷണത്തിൽ ഇളവുള്ളതാണ്. ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് തുടങ്ങിയവയുടെ രക്തം, ഊൺ പൊട്ടിവരുന്ന രക്തം, ഈച്ച, പാറ്റ, കടന്നൽ എന്നിവയുടെ കാഷ്ടം മുതലായവ നിസ്കാരത്തിൽ ഇളവുള്ളതാണ്. സ്വന്തം ശരീരത്തിലെ ചോരക്കുരു പോലെയുള്ളവയിൽ നിന്ന് പുറപ്പെടുന്ന രക്തം അവന്റെ പ്രവർത്തനം കൂടാതെ ഡ്രസ്സിലോ മറ്റോ പുരണ്ടാൽ അതിന് അഫുവുണ്ട്. അവന്റെ പ്രവർത്തനം കൊണ്ട് രക്തം വന്നാൽ കുറഞ്ഞതിന് മാത്രമേ അഫുവുള്ളൂ. ഈച്ചയുടെ കാലിലെ നജസ്, മറ്റു നജസ്സുകളുടെ കാണാൻ കഴിയാത്ത വിധമുള്ള സൂക്ഷ്മമായ കണിക മുതലായവ എല്ലായിടത്തും ഇളവുള്ളതാണ്. നമ്മുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഉസ്താദ് ദുആ ചെയ്തു. എല്ലാവരും ആമീൻ പറഞ്ഞു. അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ അഫുള്ള നജസ്സുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ലാ തസിഹു സ്വലാത്തു ബിൻ നജസ്. അതിന്റെ അർത്ഥം എന്താണ്? നജസോട് കൂടി നിസ്കാരം ശരിയാവുകയില്ല. ഈ പാഠത്തിൽ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെള്ളത്തിൽ ഇളവുള്ള നജസ്സുകൾ അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ ഭക്ഷണത്തിൽ ഇളവുള്ളത്, നിസ്കാരത്തിൽ ഇളവുള്ളത്, നീരുപാധികം ഇളവുള്ളത്, ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നസിൽ, ചേരുംപടി ചേർക്കുക. ആദ്യം നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതൊന്ന് വായിച്ചു നോക്കാം. 1. വെള്ളത്തിൽ ഇളവുള്ള നജസ്. 2. നിസ്കാരത്തിൽ ഇളവുള്ള നജസ്. 3. നിരുപാധികം ഇളവുള്ള നജസ്. ഇപ്പുറത്ത് നോക്കൂ. എ. ഈച്ചയുടെ കാലിലെ നജസ്. ബി. അട്ടയുടെ കാഷ്ടം. സി. സ്വന്തം രക്തം. ഇനി ഓരോന്നിനും ശരിയായിട്ടുള്ള ഓപ്ഷന്റെ ലെറ്റർ നമ്മൾ അതിന്റെ നേർക്ക് കൊണ്ടുപോയിട്ട് എഴുതാം. നോക്കൂ. 1. വെള്ളത്തിൽ ഇളവുള്ള നജസ്. അതിന് ശരിയായത് ബി. അട്ടയുടെ കാഷ്ടം. 2. നിസ്കാരത്തിൽ ഇളവുള്ള നജസ്. അതിന് ശരിയായത് സി. സ്വന്തം രക്തം. 3. നീരുപാധികം ഇളവുള്ള നജസ്. അതിന് ശരിയായത് എ. ഈച്ചയുടെ കാലിലെ നജസ്. ബി, സി, എ. തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം നംലഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. സ്വന്തം ശരീരത്തിൽ നിന്ന് അവന്റെ പ്രവർത്തനം കൊണ്ട് രക്തം പുറപ്പെട്ടാൽ ഡേഷിന് മാത്രമേ അഫുവുള്ളൂ. അവിടെ പൂരിപ്പിക്കേണ്ടത് കുറഞ്ഞത്. സ്വന്തം ശരീരത്തിൽ നിന്ന് അവന്റെ പ്രവർത്തനം കൊണ്ട് രക്തം പുറപ്പെട്ടാൽ കുറഞ്ഞതിന് മാത്രമേ അഫുവുള്ളൂ. 2. ചെറു മത്സ്യങ്ങളുടെ വയറ്റിലുള്ള ഡേഷിന് ഭക്ഷണത്തിൽ ഇളവുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് മാലിന്യത്തിന്. ചെറു മത്സ്യങ്ങളുടെ വയറ്റിലുള്ള മാലിന്യത്തിന് ഭക്ഷണത്തിൽ ഇളവുണ്ട്. 3. കാണാൻ കഴിയാത്തത്ര ചെറുതായ നജസിന് ഡേഷ് ഇളവുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് എല്ലായിടത്തും. കാണാൻ കഴിയാത്തത്ര ചെറുതായ നജസിന് എല്ലായിടത്തും ഇളവുണ്ട്. 4. മത്സ്യത്തിന്റെ കാഷ്ടത്തിന് ഡേഷിൽ ഇളവുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് വെള്ളത്തിൽ. മത്സ്യത്തിന്റെ കാഷ്ടത്തിന് വെള്ളത്തിൽ ഇളവുണ്ട്. തദ്രീബാത്തിലെ 3ാമത്തെ പ്രവർത്തനം നക്തുബ്, എഴുതാനുള്ളതാണ്. ഇവിടെ കൊടുത്തത് അതുപോലെ ആ തൊട്ടടുത്തുള്ള ബോക്സിൽ എഴുതാനുള്ളതാണ്.
അൻ നജാസാത്തുൽ മഅഫൂവു അൻഹാ. നജസുൻ സൂക്ഷ്മം, അല്പം. ആമീൻ. ഉസ്താദുൻ ഇക്ബാലുൻ, അമലുൻ സമക്കുൻ, ധാന്യം, മാലിന്യം, ജലജീവി, പള്ളി, സ്പെഷ്യൽ. ഇതെല്ലാം നിങ്ങൾ ആ കൊടുത്തിരിക്കുന്നത് അതുപോലെ എടുത്തിട്ട് ആ അപ്പുറത്തുള്ള ബോക്സുകളിൽ എഴുതുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.